മോളെ, എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? 10-15 ദിവസമായിട്ട് ബോധമില്ലാതിരിക്കുകയല്ലായിരുന്നോ? ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചതേയില്ല. ആ ദൈവത്തോട് നന്ദി പറയണം മോളെ. നിന്റെ ഭാഗ്യാണെന്ന് കരുതിക്കോളൂ ഇപ്പൊ നീ ജീവനോടെ ഇരിക്കുന്നത്. അല്ല, മോൾ ആരാ? ചേച്ചി. ഹായ് ഹീറോ, എന്താണ് ചെയ്യുന്നത്? ഹോംവർക്ക് ചെയ്യാ ചേച്ചി. ഗുഡ്. നന്നായി പഠിക്കുന്നുണ്ടോ? കാഞ്ചനെ, അച്ഛന് സുഖാണോ? നിന്നെ പോലുള്ള മോളുള്ളപ്പോ എനിക്ക് എന്ത് കുറവാ മോളെ. നിന്നെ ഇതുപോലെ അടിച്ച ആവശ്യയാക്കി ആരാ കാട്ടിലെറിഞ്ഞത് മോളെ? ആരത് പറയും മോളെ? സുഭാഷ് നഗറിലേക്ക് പോണം. 100 രൂപയാവും. എന്തിനാ 100 രൂപ? മീറ്റർ ഇല്ലേ? ഇവിടെ മീറ്റർ ഒന്നും ഇടാറില്ല മാഡം, ഞങ്ങള് പറയുന്നതാ ഇവിടെ. എന്തിനാടാ പ്രശ്നം ഉണ്ടാക്കുന്നേ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോരെ. അഡ്ജസ്റ്റ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കൊന്നും പറ്റത്തില്ല. പറ്റുമെങ്കിൽ നീ കൊണ്ടുപോ. ഇവനൊന്നും നന്നാവില്ല. മാഡം വാ, എന്റെ വണ്ടി പോവാ. എന്താ സ്ഥലം ഇങ്ങനെ? എന്ത് ചെയ്യാൻ പറ്റും മാഡം? ഓട്ടോക്കാർക്ക് ഒരുപാട് പ്രാരാബ്ദമൊക്കെ ഇല്ലേ? പോലീസിന് കൈക്കൂലി കൊടുക്കണം, കൂടാതെ ഗുണ്ടകളെ പേടിക്കണം, പിന്നെ CC-യുടെ കാര്യം ഉണ്ടെങ്കിൽ പിന്നെ അത് പറയുകയും വേണ്ട. ഇതെല്ലാം കഴിഞ്ഞു വേണം എന്തെങ്കിലുമൊക്കെ മാറ്റി വയ്ക്കാൻ. കിട്ടുന്ന കാശ് വീട്ടിൽ കൊണ്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നവും വരില്ല മാഡം. ദേ കണ്ടില്ലേ മാഡം, ട്രാഫിക് പോലീസ് വരുന്ന വണ്ടികളെല്ലാം അവന്മാർ ചെക്ക് ചെയ്യുക. ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ സർ. ബുക്കും പേപ്പറും ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അവന്മാർക്ക് 100 രൂപ കൊടുത്തേ പറ്റൂ. അതെ, കുത്താൻ നിന്റെ കത്തിയുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ കുത്തും? ഇങ്ങനെ ചന്തയിൽ പോയി ഞാനൊരു കത്തി വാങ്ങിച്ചോണ്ടിരാം, അതിനുശേഷം കുത്ത്. ആ സത്യമായിട്ട് വാങ്ങിത്തരൂ? വാങ്ങി തരാന്ന്. നേരാണോ? തീർച്ചയായും വാങ്ങിത്തരാം. എന്ത് പറ്റി അയാൾക്ക്? അയാളുടെ ഭാര്യയെ കുറെ ഗുണ്ടകൾ അയാളുടെ കണ്ണു മുന്നിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നു. അതിനുശേഷം മാനസിക നില ആകെ തകർന്നു. ഇവിടെ ഗുണ്ടായിസം ഉണ്ടോ? അതെന്ത് ചോദ്യം മാഡം ചോദിക്കുന്നേ? മനുഷ്യയോടെ ജീവിക്കുന്നതിന് വളരെ കഷ്ടപ്പെട്ട. എന്താ ഇവിടെ പോലീസ് ഒന്നും ഇല്ലയോ? അവരൊക്കെ തന്നെയാണ് ഗുണ്ടകള്. കാക്കി ഡ്രസ്സും കയ്യില് ലാത്തിയും ഗാന്ധിയുടെ ഫോട്ടോയും വെച്ച് ഗോഡ്സയെ പോലെയാണ് നടക്കുന്നത്. സ്കൗണ്ടൽസ് ഇങ്ങനെ പട്ടാപ്പകലിന് നടു റോട്ടില് കമ്പും വടിയുമായിട്ട് നടക്കുന്ന കണ്ടില്ലേ? ആരവര്? ഈ ഏരിയയിൽ അൽത്താഫ് എന്ന ഗുണ്ടാ സംഘമുണ്ട്. യവമാരെ വിട്. യവമാരെ തലപ്പത്തൊരുത്തമുണ്ട്. അവന്റെ പേര് അയ്യപ്പനെന്നാ. അയാളോ അയാളുടെ മകനോ എവരുടെയൊക്കെ ബോസ്. പോലീസും അധികാരികളും രാഷ്ട്രീയക്കാരും എല്ലാം അയാളുടെ കൈപ്പടിയിൽ ഒതുക്കിയിരിക്കുക. ഇവിടെ നിർത്തിക്കോളും. എന്താ മാഡം, കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണോ? ദേ മാഡം, ഒരു കാര്യവും ഇല്ല. നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്താലും അവർ അന്വേഷിക്കാൻ പോകുന്നില്ല. വേണമെങ്കിൽ നിങ്ങളെ പിടിച്ച് അകത്തിട്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത് മുഴുവൻ അവന്മാർ പിടിച്ചു പറിക്കുകയും ചെയ്യും. ഈ സ്റ്റേഷനിലുള്ളവന്മാരെല്ലാം അങ്ങനെയുള്ളവന്മാരാ. ഇന്നലെ ഒരു കളക്ഷൻ ഉണ്ടായിട്ടില്ലല്ലോ. അതെ അതെ. സർ. മാഡം. അയ്യോ, ആരാ ഇത്? അപ്പുറത്തേക്ക് പോയി നോക്ക്. സർ. സർ. ആരാ ഉറക്കം കിടത്താനായിട്ട്? ആ ടേബിളിലേക്ക് പോയി നോക്ക്. എന്താടോ ഇന്നലെ എന്റെ ഏരിയയിൽ പോയി നീ കളക്ഷൻ വാങ്ങിച്ചിരിക്കുന്നത്? എനിക്ക് കുറച്ച് കാശിന് ആവശ്യം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ നീ നാളെ എന്റെ ഏരിയ കയറി പിടിച്ചോ. മാഡം. ഇതുപോലെ നാട് മുഴുവൻ ഭാര്യമാരെ വെച്ച ഇങ്ങനെ തന്നെ ഉണ്ടാവുക. മാഡം. പെണ്ണെ, എന്തിനാ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നേ? എനിക്ക് ചെവി നന്നായിട്ട് കേക്കാം. എന്താ വേണ്ടത് നിനക്ക്? എന്താ നിന്റെ കാമുകം പറ്റിച്ചോണ്ട് പോയോ അതോ വല്ലവന്മാരും കയറി നിന്നെ പീഡിപ്പിച്ചോ? ഇങ്ങനെ വൃത്തികെട്ട ഡ്രസ്സൊക്കെ ഇട്ട് നടന്നാ പീഡിപ്പിക്കാതെ പിന്നെ വേറെന്താ ചെയ്യാ?
She is the meaning of a god. She will conquer you all. She makes the world go round. She has the power of a man. She will conquer you all. കാഞ്ചന അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. നിങ്ങളൊക്കെ പോലീസാണോ അതോ ഗുണ്ടകളാണോ? ഒരു കൃത്യനിഷ്ഠയില്ല, ഒരു മര്യാദയില്ല, റെസ്പോൺസിബിലിറ്റീസും ഇല്ല. എന്താണിത്? കേസിന്റെ ഫയൽസാണ് മാഡം. കേസ് ഫയൽസ് നിങ്ങൾക്ക് തലേണം അല്ലേ? സോറി മാഡം. എന്തിനാണോ സോറി? ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. ഭാഗം വെക്കാതെ യൂണിഫോം ഒക്കെ അഴിച്ചിട്ട് ലുങ്കി എടുത്ത് ഉറങ്ങാ? ഇതാണ് ഒരു ഗവൺമെന്റ് സർവന്റ് ചെയ്യേണ്ട ജോലി. ദിസ് ഇസ് ദ ലാസ്റ്റ് വാർണിംഗ്. ഇനി ഒരു പ്രാവശ്യം ഇത് ആവർത്തിച്ചാൽ സസ്പെൻഡ് ചെയ്ത് ഞാൻ വീട്ടിലേക്ക് അയക്കും. മൈൻഡ് ഇറ്റ്. ആരാണ് ഇവിടുത്തെ ഡ്യൂട്ടി ഇൻസ്പെക്ടർ? കുമാർ മാഡം. എവിടെ അദ്ദേഹം? ഇനിയും വന്നിട്ടില്ല. തോന്നും പോലെ വന്നിട്ട് പോകാൻ ഇതെന്താ അമ്മായിമ്മയുടെ വീടോ? ഫോൺ ചെയ്ത് വിളിക്കാം അയാളെ. ഓക്കെ മാഡം. കാക്കി വസ്ത്രം ധരിക്കുന്നത് കളക്ഷന് വേണ്ടിയിട്ടല്ല, ലോ ആൻഡ് ഓർഡർ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോറി മാഡം. ഞാൻ നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം തരാം. ഇന്ന് ആരൊക്കെ ഡ്യൂട്ടിയിലുണ്ടോ അവരൊക്കെ എന്റെ മുന്നിലെത്തണം. അത് മാത്രമല്ല, ആരൊക്കെ ഗുണ്ടകളുടെ ലിസ്റ്റിലുണ്ടോ അവരിവിടെ വന്നേ പറ്റൂ. ഒറ്റെണ്ണത്തിന് വിടരുത്, എല്ലെണ്ണം ഇവിടെ വേണം മാഡം. നിങ്ങളുടെ പേരെന്താണ്? അലിഖാൻ മാഡം. റൗണ്ട്സിന് പോയിരിക്കുന്നു. എന്താ നല്ല കളക്ഷൻ ആയിരുന്നോ? മാഡത്തിനോട് സത്യം പറയാലോ, ഞാൻ അങ്ങനത്തെ ആളല്ല മാഡം. കാണാനിരിക്കല്ലേ? ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തിഃ. ശാന്താകാരം ഉദകശയനം പത്മനാഭം സുരേശം. രാമ 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 ഭാഗ്യമാം. മോനെ, ആരും ബെല്ലടിക്കുന്ന കണ്ടില്ലേ? ഒന്ന് വാതിൽ തുറന്ന് നോക്ക്. ഞാൻ ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കാമേ. അമ്മ തന്നെ പോയി നോക്ക്. എന്ത് പറഞ്ഞാലും നിനക്കൊരു ഉത്തരം ഉണ്ടാവും. ചേച്ചേ, അകത്തേക്ക് കയറുക. അതിങ്ങിതാ. എന്താ മോളെ, നിനക്കൊരു ഫോൺ ചെയ്തൂടെ വരുന്ന കാര്യത്തിൽ? വെറുതെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയാ. ചേച്ചി. ആ, ചേച്ചി. എന്താണ് ഹീറോ? എന്താ ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കുക ചേച്ചി. ഗുഡ്. നന്നായി പഠിക്കുന്നുണ്ടോ നീ? കാഞ്ചനെ, അച്ഛാ, അച്ഛന് സുഖം തന്നെയല്ലേ? പറ അച്ഛാ, എന്തുണ്ട് വിശേഷം? നിന്നെ പോലുള്ള മോളുള്ളപ്പോ എനിക്ക് എന്ത് കുറവാ മോളെ? അടിപൊളിയല്ലേ മോളെ, അടിപൊളിയല്ലേ? സോ സ്വീറ്റ്. അദ്ദേഹം അടിപൊളിയല്ലാതെ എങ്ങനെ ഉണ്ടാവും? എല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. എന്താ മേ പ്രശ്നം? അവിടുന്ന് വീട് മാറി വരുമ്പോ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എങ്ങനെ മോളെ പ്രോബ്ലം ഇല്ലാതിരിക്കുക? നീ വീട് വെക്കിട്ട് ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നീ അങ്ങ് പോയി. ഈ നാട് വിട്ടു പോയിട്ട് 15 വർഷമായി. ഇപ്പോഴാ തിരിച്ചു വരുന്നത്. ഇത്രയും ദിവസം നമ്മൾ വാടകയ്ക്ക് വിട്ട ആളാണെങ്കിൽ വീട് നശിപ്പിച്ചു വെച്ചിരിക്കുക. എല്ലാം വൃത്തിയാക്കി സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും എന്റെ ജീവൻ അങ്ങ് പോയെന്ന് പറഞ്ഞാൽ മതി. എന്തിനാ അമ്മ ഇങ്ങനെ പറയുന്നത്? ജനിച്ച നാട്ടിൽ തന്നെ റിട്ടയർമെന്റ് ആസ്വദിക്കണം എന്നല്ലേ അച്ഛന്റെ ആഗ്രഹം? അതുപോലെ അതനുസരിച്ചിട്ട് എനിക്കും ഈ നാട്ടിൽ പോസ്റ്റിംഗ് കിട്ടി. സത്യമാണോ മോളെ? അതെ അച്ഛാ. അമ്മേ, വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചോളൂ. ഞാൻ ഫ്രഷ് ആയിട്ട് വേഗം വരാം. എനിക്കിന്ന് ഡ്യൂട്ടിക്ക് പോകണം. എന്താ മോളെ, വന്ന ഉടനെ തന്നെ ഡ്യൂട്ടിക്ക് പോണോ? ഞാൻ സ്റ്റേഷനിൽ പോയി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു. ഒരു ദിവസമെങ്കിലും നിനക്ക് റെസ്റ്റ് വേണ്ടേ? സുശീലേ, കാക്കി ദേഹത്ത് കയറിയാൽ അങ്ങനെയാ. 24 മണിക്കൂറും ഡ്യൂട്ടി തന്നെ. റെസ്റ്റ് എടുക്കാൻ എവിടെയാ സമയം? എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം നടന്നു. She makes the world go round. She has the power of a man. She will conquer you all. എന്ത് പറ്റി? എല്ലാരും എന്താ പുറത്ത് നിൽക്കുന്നത്? മാഡത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഐ എം സുനിൽ കുമാർ മാഡം. രാവിലെ നിങ്ങൾ എവിടെയായിരുന്നു? ശരീരത്തിന് സുഖമില്ലായിരുന്നു. സുഖമില്ലെങ്കിൽ ലീവ് എടുത്ത് നിങ്ങൾ വീട്ടിൽ കുത്തിയിരിക്കണം. അല്ലാതെ ഇതുപോലെ എക്സ്ക്യൂസ് പറയല്ല വേണ്ട. എല്ലാരും അവരുടെ പേര് പറ. യെസ് മാഡം. ലക്ഷ്മി മാഡം, രാജപ്പൻ മാഡം, ശശിധരൻ മാഡം, ശേഖരപിള്ള മാഡം, രത്ന മാഡം, രാഘവ മാഡം. ഇനിയെങ്കിലും ഡ്യൂട്ടിയിൽ സിൻസിയറിറ്റി കാണിക്കണം. പൊക്കോളൂ. യെസ് മാഡം. എല്ലാ ഗുണ്ടകളും എത്തിയോ? യെസ് മാഡം. എന്താ ഇത്? ഗുണ്ടകളുടെ ലിസ്റ്റാ മാഡം. ഇലക്ട്രിക് മുഹമ്മദ് എന്ന് വിളിക്കുന്ന ഹംസ മുഹമ്മദ്. നമസ്കാരം മാഡം. തോരപ്പൻ ബാസ്റ്റൻ എന്ന് വിളിക്കുന്ന സെബാസ്റ്റ്യൻ. നമസ്കാരം മാഡം. ടൈഗർ എന്ന് വിളിക്കുന്ന ശ്രീനിവാസൻ.
നമസ്കാരം മേഡം, എന്നെ കൊണ്ട് ഇനി ഒരു ശല്യം ഉണ്ടാവില്ല മേഡം. കോയ, കരുമാടി, നമസ്കാരം. രവി, നമസ്കാരം മാഡം. മിന്നൽ എന്ന് വിളിക്കുന്ന വാസു. ഹേയ്, ഞാൻ ആരാന്നറിയോ? എന്റെ ചേട്ടൻ ആരാന്നറിയോ? രാഷ്ട്രീയത്തിന്റെ നെടുചൂടാ മന്നനാ. വരുന്ന ഇലക്ഷനിൽ ഞാൻ കൗൺസിലറാ. ഒരുപാട് തുള്ളിയാലുണ്ടല്ലോ, നിന്നെ നശിപ്പിക്കും ഞാൻ. She is the fighter of the world. She is the meaning of God. She will conquer you all. ഏയ്, She makes the ഞാൻ world go കൈക്കൂലി round. മേടിച്ച് ഓച്ചാനിച്ച് നിൽക്കുന്ന പോലീസുകാരിയെന്ന് കരുതിയോ? നിന്റെ തോന്നിവാസമൊക്കെ കാണാതിരിക്കാൻ ഞാൻ നിന്റെ അടിമയാന്ന് കരുതിയോ? നീ കൈക്കൂലി കൊടുത്ത് പേടിപ്പിച്ച് വെച്ച പോലീസുകാര് എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു കൊടുക്കാനുള്ള കുപ്പായമായത്. ഏയ്, നീ ആർക്ക് വേണമെങ്കിലും അനിയനോ ചേട്ടനായിക്കോ, പക്ഷെ എന്റെ മുന്നിൽ നീ വെറും ഒരു ക്രിമിനൽ, പക്ക ഗുണ്ടാ ലിസ്റ്റിലുള്ളവൻ. അത് നീ മനസ്സിലാക്കിക്കോ. നിന്റെ അഹങ്കാരം എന്റെ അടുത്ത് വില പോകില്ല, സൂക്ഷിച്ചോ. നിയമത്തിന്റെ മുന്നിൽ നീയൊക്കെ എന്നും അക്യൂസ്ഡാ. നിന്നെ പോലെ അഹങ്കാരികളായ ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താൻ എനിക്കറിയാം. ഇതിനു മുൻപ് നിങ്ങൾ എന്തായിരുന്നെന്ന് എനിക്കറിയണ്ട, പക്ഷെ ഇനി മുതൽ എല്ലാം എന്റെ കൺട്രോളിലായിരിക്കും. അങ്ങനെ അല്ലാത്ത പക്ഷം നിന്നെയൊക്കെ പൊക്കിയെടുത്ത് ചുരുട്ടിക്കൂട്ടി ജയിലിൽ കൊണ്ടിട്ട് വയർ നിറച്ച് ബിരിയാണി വാങ്ങി തരുമെന്ന് ഓർക്കണ്ട ഈ കാഞ്ചന. എന്റെ രീതി ആദ്യം വാർണിംഗ്. നന്നായാൽ വളരെ സന്തോഷം, അങ്ങനെ നിങ്ങൾ നന്നാവില്ലെങ്കിൽ എൻകൗണ്ടർ. ചത്താലും വളരെ സന്തോഷം. ജീവിക്കണോ മരിക്കണോ തീരുമാനം നിങ്ങളുടെ കയ്യിൽ. തിങ്ക് ആൻഡ് ഡിസൈഡ്. നൗ യു ഓൾ കെൻ ഗോ. ഗോ. ഏയ്, കാക്കി വസ്ത്രം ധരിച്ചവർക്ക് കടമയായിരിക്കണം ദൈവം, സ്റ്റേഷനായിരിക്കണം അമ്പലം, ജനങ്ങൾക്ക് ചെയ്യുന്ന സേവയായിരിക്കണം പൂജ. ലോ ആൻഡ് ഓർഡർ ആണ് പ്രസാദം എന്ന് കരുതുന്നവളാണ് ഞാൻ. എന്റെ കൊലീഗ്സ് എല്ലാവരും എന്നെ പോലെ തന്നെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനു മുൻപ് വരെ നിങ്ങളെല്ലാരും എങ്ങനെയായിരുന്നെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ ഇനി മുതൽ എങ്ങനെയാവണമെന്ന് ഞാൻ പറയും. അണ്ടർസ്റ്റാൻഡ്? യെസ് മാഡം. ഈ ക്രിമിനൽസ് എല്ലാം എന്താ ഹാജരാവാത്തത്? അലക്സ്, സ്ലം മണി, ഇവർക്കൊക്കെ എന്ത് പറ്റി? അത് പിന്നെ ഇപ്പൊ അവരെവിടെ ഉണ്ടാവാ? She is the fighter of the world now. She is the meaning of the girl now. She makes the world go around now. She is the power of a man. അതെ, ഇവിടെ സ്ലം മണിയുടെ വീട് ഏതാണ്? മേഡം, ഈ കോളനിയിലുള്ളവരെല്ലാം ഇങ്ങനെയാ. പോലീസുകാരെ കാണുന്നതേ അവർക്ക് ഇഷ്ടമല്ല. ഗോ ആൻഡ് സെർച്ച്. ഡോ, അലക്സ്, സ്ലം മണി, ഇവരുടെയൊക്കെ വീട് എവിടെയാ? നിന്നോടാ ചോദിക്കുന്നത്. എവിടെയാ അലക്സിന്റെയും സ്ലം മണിയുടെയും വീട്? പറയുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് നിന്റെ മുഖത്തൊരു പുച്ഛം? സ്ലം മണിയുടെ അലക്സിന്റെ വീട് എവിടെയാന്നല്ലേ എന്നോട് ചോദിച്ചോണ്ടിരിക്കുന്നത്? ഞാനടി മണി, സ്ലം മണി. നിനക്ക് എന്തോന്നാ വേണ്ടേ? നീ താനെ വന്ന് ജീപ്പിൽ കയറാണെങ്കിൽ സേഫ്. ഞാൻ അങ്ങോട്ട് വന്ന നിന്റെ ഷേപ്പ് ഉണ്ടാവില്ല. എങ്ങനെ നീ വരുന്നോ അതോ ഞാൻ വരണോ? എടി പോലീസേ, നിന്നെ പോലത്തെ ഒരുപാടെണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ നീ ചെരയ്ക്കാൻ വന്നതാണ്. ചെരച്ചു നോക്ക്, എല്ലാത്തിനെയും കൊത്തിയെരിഞ്ഞ് തള്ളും ഞാൻ. എന്റെ അടുത്തോട്ടങ്ങനെ വന്നാ ചെതറിപ്പോവും. കൊള്ളാലോ. സാധാരണ ആക്ഷൻ എടുക്കുന്നതിന്റെ മുന്നേ വാൺ ചെയ്യുന്നത് എന്റെ ശീലമാണ്. എണീറ്റ് വാടാ. നീ ആരോടാ സംസാരിക്കുന്നെന്നറിയോ? ഞാനാടി സ്ലം മണി. മതി, പോയി ജീപ്പിൽ കയറും. എന്തോന്ന്? ഞാനാ പോലീസ് ജീപ്പിലാ. എടി പെങ്കൊച്ചേ, നിന്നെ പോലുള്ള ഒരുപാടെണ്ണത്തിന് ഞാൻ റേപ്പ് ചെയ്ത് കൊന്നിട്ടുണ്ട്. അന്ന് പോലും ഞാൻ പോലീസ് ജീപ്പിൽ കയറിയിട്ടില്ല. ആ എന്നോട് പറയാ പോലീസ് ജീപ്പിൽ കയറാൻ. ഏയ്, പോയി ജീപ്പിൽ കയറ്. കേറിയില്ലെങ്കിൽ നീ എന്തോന്ന് ചെയ്യൂടി? കേരളത്തിന്റെ ജീപ്പിലേക്ക്.
എടി കൊച്ചേ, നിനക്ക് ജീവനോടെ വീട്ടിലെത്തണമെന്ന് ആഗ്രഹമില്ലടി? എന്താണ് ഇവിടെ കിടന്ന് ചെലക്കുന്നേ? അൽത്താഫ്, ആ ദൈവം ജീവൻ തരും. അൽത്താഫ് എന്ന ഈ ദൈവം ജീവൻ എടുക്കും. മാറ്. കാക്കിയുടെ മണവേ എനിക്ക് ഇഷ്ടമല്ല. അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന്റെ മുന്നേ നീ തന്നെ വന്നു അല്ലേ? എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന്റെ മുൻപ് നീ തന്നെ പോയി ജീപ്പ് കയറ്. മര്യാദക്ക് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് എല്ലാവരും ചേർന്ന് നിന്നെ ബലാത്സംഗം ചെയ്ത് മാഡം, ഇവൻ മരിച്ചു. ഇവനും ചത്തുപോയി മാഡം. തീവ്രവാദികൾ മരിച്ചാൽ നാട് രക്ഷപ്പെടും, ഗുണ്ടകൾ മരിച്ചാൽ സമൂഹവും. ഇവന്മാരെ അറസ്റ്റ് ചെയ്തിട്ട് എന്ത് കാര്യം? അതേ സാക്ഷി, അതേ ലോയേഴ്സ്, അതേ കോടതി. ഇവരെ മോചിപ്പിക്കും. വീണ്ടും ഇവിടെ വന്ന് അക്രമങ്ങൾ തുടങ്ങും. അതേ പോലീസ്, അതേ കോടതി ഇവരെ രക്ഷപ്പെടുത്തും. ഇവന്മാരെ കൈയോടെ കൊന്നു കളയണം.